വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് വീഡിയോ ആണ് ഗൈസ്. അപ്പൊ നമ്മള് നേരത്തെ ഒരു കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം അതിന്റെ ഒരു Q&A ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മള് വേറെ 2-3 വീഡിയോസ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉടനെ അത് സൺഡേ മാത്രമേ നമുക്ക് ഫ്രീ ഡേ ഉള്ളത്. സൺഡേ മാത്രമേ എനിക്ക് ഫ്രീ ഉള്ളൂ. കാര്യം എനിക്ക് എക്സാം യൂണിവേഴ്സിറ്റി എക്സാം ആണ് ഗൈസ്. പഠിക്കാതിരുന്ന വീഡിയോ അല്ല ഗൈസ്, പഠിക്കു വെച്ചേ പഠിച്ചു എവിടെ കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൊക്കെ നമുക്ക് കിടക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ Q&A ആണ് ഗൈസ്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. സോ ഗൈസ്, അപ്പൊ നമ്മള് കൊറേ ടൈക്കായി ഇപ്പം നമ്മൾ എടുക്കാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമ്മള് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇടാൻ പറ്റാത്തത് കാരണം കൊണ്ടല്ല, സമയമില്ല. ഇപ്പൊ എന്ന് വെച്ചാല് ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോ തന്നെ കുറച്ച് ലേറ്റ് ആവും. ഞാൻ 5 മണിയാവും വരാനായിട്ട്. ആദ്യം 4:45 വരാൻ. അത് കഴിഞ്ഞിട്ട് നടന്നൊക്കെ വന്ന് കണക്ക് അപ്പൊ വരുമ്പോഴത്തേക്കൊക്കെ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോ 80 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഗൈസ്. ഭയങ്കര ഫണ്ണി ക്വസ്റ്റ്യനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ചിലരൊക്കെ ചോദിച്ചിരിക്കുന്നതാണോ, നല്ല രസമുണ്ട്. കുറച്ചൊരു Q&A ക്വസ്റ്റ്യൻസ് ഇട്ടതാ. അപ്പൊ രമീഷ സിയ എന്ന് പറയുന്ന ആള് ചോദിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പല്ലില് വെളുപ്പുണ്ടോന്ന്. പല്ലിന് വെളുപ്പുണ്ട്. എന്റെ പല്ലിന് വെളുപ്പുണ്ട്, അമ്മയുടെ അമ്മ ഞങ്ങൾക്ക് 4 പേരുടെ പല്ലിന് വെളുപ്പുണ്ട് അല്ലേ അമ്മ? 4 പല്ലിന് വെളുപ്പുണ്ട് ഗൈസ്. ഓക്കെ, ഞങ്ങളുടെ 4 പേരുടെയും പല്ലിന് വെളുപ്പുണ്ട്. സിയുടെ പല്ലിന് വെളുപ്പുണ്ടോ? കാണിക്കുക. ആദ്യത്തെ കൂട്ടുകാരല്ലേ, അപ്പൊ ആദ്യം കാണിക്കുക വെളുപ്പുണ്ടോ. പിന്നീട് അർസലാണ് ചോദിച്ചിരിക്കുന്നത്. അർസല് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ ആരാണ് ഈ ഐശ്വര്യ എന്നാണ്. ഞാനാണ് ഈ ഐശ്വര്യ. അർസൽ എന്നോട് പഠിച്ചതല്ല, എന്നോട് പ്രാക്ടീസിന് ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതിനകത്ത് അമ്മ റിപ്ലൈ കൊടുത്ത്, എന്റെ മകളാണ് ഐശ്വര്യ, ഈ പറയുന്നത് നിങ്ങൾ ആരാണെന്നും പറഞ്ഞിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ പൊടിക്ക് പോലും കണ്ടിട്ടില്ല. ഞാൻ ഏത് വഴി പോയെന്ന് എനിക്കറിയത്തില്ല. പാവം വെച്ച്. പിന്നെ ഞാനാണ്. പിന്നെ അജിത്തേട്ടൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാല്, നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ? എരിയുണ്ട്. ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ? ചേട്ടൻ പല്ലിയേക്കുന്ന പേസ്റ്റിൽ ഉപ്പാണോ അതോ പഞ്ചസാരയാണോ എന്ന് പറയും. പല്ല് തേച്ചിട്ട് പറ. എന്റെ കൂടെ TTCക്ക് കളിച്ച വീഡിയോക്കകത്തൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, ചേട്ടൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ പറയുക, ചേട്ടന്റെ പേസ്റ്റിൽ ഉപ്പാണോ അത് പഞ്ചസാരയാണോ എരിയാണോ എന്നൊക്കെ പറയാം. അജിത്തേട്ടന്റെ ക്വസ്റ്റ്യൻ, ടൂത്ത് പേസ്റ്റിനകത്ത് ഉപ്പുണ്ടോ. എന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് സൂര്യ എന്ന് പറയുന്ന ഒരാളാണ്. ആദി ആൻഡ് അച്ചു ഏജ് എത്രയാണ്? ആദിയുടെ ഏജ് 14 വയസ്സായി അല്ലേ? ആദിയുടെ ഏജ് 14ആയി. എനിക്ക് 20 വയസ്സ് ഗൈസ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് റോയൽ ഗെയിമിംഗ്, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഗെയിം? എന്റെ ഫേവറേറ്റ് ഗെയിമാണ് ടെമ്പിൾ റൺ. ഞാൻ ടെമ്പിൾ റൺ കളിച്ചിട്ടുണ്ട്, വേറൊന്നും കളിച്ചിട്ടില്ല. ക്യാൻഡി ക്രഷ്, അത് പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല. ടെമ്പിൾ റൺ എനിക്ക് ഇഷ്ടമാണ്. ആദ്യയുടെ എന്റെ ക്യാൻഡി ക്രഷ്. പിന്നെ ക്യാൻഡി ക്രഷ് കൊറോണ ടൈം അച്ഛൻ കളിക്കായിരുന്നു. അങ്ങനെ മാറ്റി പറയൂ, ഇതിന്റെ ഗെയിം ഏതാണ് പറയൂ. വേറെന്തോ പിന്നെ ആദ്യയുടെ ഫേവറേറ്റ് ഗെയിം FF. എന്റെ ഫേവറേറ്റ് ഗെയിം ടെമ്പിൾ റൺ ആണ് ഗൈസ്. പിന്നെ ചോദിച്ചിരിക്കുന്ന ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ഇങ്ങനെ ഒരാളെ എടുത്ത് പറയാൻ പറ്റത്തില്ല, എല്ലാരും ഫ്രണ്ട്സ് ആണ്. എല്ലാരും ഞങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ്. എടുത്തു പറഞ്ഞാൽ അതെ, ഒരാൾ പറയും അത് കൊള്ളാം, നീ അവരുടെ പേര് മാത്രം പറഞ്ഞു, എന്തുകൊണ്ട് ഞങ്ങളുടെ പേര് അങ്ങനെ ഇതാവും. അപ്പൊ എല്ലാരും ഞങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എടുത്തു പറയാനായിട്ട്. പിന്നെ എന്താണ് നസ്രൻ, കുറച്ചും കൂടെ ഞാൻ പറയത്തില്ല. എനിക്ക് എല്ലാരും ഫ്രണ്ട്സ് ആണ്, എനിക്ക് അങ്ങനെ പേരെടുത്ത് പറയാനൊത്തൊട്ടൊന്നുമില്ല. പിന്നെ ഏത് ഫോണിലാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു. ഏത് ഫോൺ എടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. നമ്മൾ ഏത് ഫോണാണ് എടുക്കാൻ പോകുന്നതെന്ന്.
അതൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും കഴിവനുസരിച്ച്. അച്ഛൻ പിന്നെ ഗൈസ് അതല്ല അല്ല അതെ. പിന്നെ എന്താണ് ബെസ്റ്റ് ഇൻ യുവർ ലൈഫ്? ബർത്ത്ഡേന് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ, അച്ഛൻ, അമ്മ, ഇവൻ. ഞങ്ങൾ 4 പേരാണ് ഗൈസ് വീട്ടിലുള്ളത്. ഫേവറേറ്റ് നമ്പർ? നിന്റെ എന്തുവാ ഫേവറേറ്റ് നമ്പർ? 13 ആണ് പണ്ട്. ഇപ്പം എനിക്കങ്ങനെ ഫേവറേറ്റ് നമ്പേഴ്സ് ഒന്നും. ഫുൾ സോങ് പാടാത്ത നിങ്ങൾ എന്താ ഫുൾ സോങ് പാടാത്തേന്ന്? കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. യെസ്. പിന്നെ അത് ക്ലാമാവും, പിന്നെ സ്ട്രൈക്കാവും, കുറേ ഉണ്ട്. ബെസ്റ്റ് സ്കൂൾ ലൈഫ് മെമ്മറി ഓഫ് യു ആൻഡ് വൈ? അങ്ങനെ ബെസ്റ്റ് ആയിട്ടുള്ള സ്കൂൾ മെമ്മറി എന്ന് പറയുമ്പോൾ ഈവൻ ഇപ്പൊ സ്കൂൾ ഇറങ്ങിയില്ലല്ലോ. എൻ്റെ എന്ന് പറയുമ്പോൾ അമൃത തന്നെയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ എന്താ 1 to 10 ഞാൻ അമൃതയിലാണ് പഠിച്ചത്. അപ്പൊ അവര് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, നമ്മൾ 12 കൊല്ലം 1 to 10 അല്ല, LKG to 10 അവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പൊ 12 കൊല്ലം നമ്മളവിടെ പഠിച്ചല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് മെമ്മറീസും പിന്നെ ഇമോഷൻസും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ശിവറാമിലാണ് ഞാൻ +1 +2 പഠിച്ചത്. ഞാൻ +1 +2 പഠിച്ച സമയത്തല്ലായിരുന്നു കൊറോണ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ +2 പോയി. പിന്നെ +2 ഫ്രണ്ട്സ് ആരൊക്കെയാ? അൽന എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ പ്രണവ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇവർ 2 പേരും ഉള്ളായിരുന്നു എനിക്ക് +2. ആതിര, അങ്ങനെ ബിജില്, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. 10th എനിക്ക് തോന്നുന്നത് കൂടുതലും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആരൊക്കെയാ? ജസ്ന, പിന്നെ ജസ്ന ഉണ്ടായിരുന്നു, ആദിത്യരാജ് ഉണ്ടായിരുന്നു, സായി ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ബെസ്റ്റ് ലൈഫ് മെമ്മറീസ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക്, ഞാൻ പറയട്ടെ, 10th ഞങ്ങളെ അമൃത വിദ്യാലയത്തില് ഞങ്ങൾക്ക് ഈ അമൃതാനന്ദമ്മയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ അമൃതപുരി കൊണ്ടുപോകും. അടിപൊളിയാണ്, അടിപൊളിയാണ്. നീ അങ്ങനെ ബർത്ത്ഡേ തന്നെ പോയിട്ടില്ല തോന്നുന്നു. ഞങ്ങളെ കൊണ്ടുപോകും ഈ ഡാൻസിന് വേണ്ടിട്ട്. ഞങ്ങളെ കൊണ്ടുപോയിട്ട് നല്ലത് ഇപ്പൊ ഞങ്ങളെ വഴി. കാരണം അവിടത്തേക്ക് ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഒരു ദിവസം. അത് ശരിയാ. ഞങ്ങൾക്ക് പക്ഷെ യൂത്ത് ഫെസ്റ്റിവല് ഞങ്ങൾക്ക് ഒരു ദിവസം ഇല്ലല്ലേ. അമൃതയില് യൂത്ത് ഫെസ്റ്റിവൽ ഒരു ദിവസം ഇല്ല. പക്ഷെ എത്രയൊക്കെ ഇതെന്നൊക്കെ പറഞ്ഞെന്ന് വെച്ചാല് നമ്മള് കുഞ്ഞിനെ പഠിച്ച സ്കൂളൊക്കെ തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതിന് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. 10th പഠിച്ച കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട് അവര്. ആദ്യരാജ് ഇല്ല, കുറച്ചും കൂടെ ഒക്കെ ഉണ്ട്. പരീക്ഷയാ. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഉണ്ടായ കുറച്ച് ഹാപ്പി ആയ കാര്യങ്ങൾ 2024 കുറച്ച് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? TTC സമാധാനപരമായും സന്തോഷത്തോടെ TTC ഞാൻ കംപ്ലീറ്റ് ചെയ്തു, അല്ലേ അമ്മ? അതാണ് ഏറ്റവും വലിയ സന്തോഷം. നിന്റെ എന്താ പറ? പിന്നെ അതേപോലെ തന്നെ TTCക്ക് പഠിച്ച എന്റെ 2 ഫ്രണ്ട്സിന്റെ കൂടെ തന്നെയാണ് ഞാനിപ്പം കൊട്ടിയത്ത് പഠിക്കുന്നത്. ശ്രീലക്ഷ്മി, ഹർഷ. എന്റെ എന്താ മറ്റേ വാഗമണ്ട് ട്രിപ്പിലെ വീഡിയോക്കകത്തുണ്ട് അവർ 2 പേരും. അവരോടെ തന്നെയാണ് ഇപ്പൊ പഠിക്കുന്നത്. അത്രയൊക്കെ ഉള്ളു അല്ലേ? അല്ല, ഇവിടെ ഇത് കഴിഞ്ഞുള്ളൂ. ഫേവറേറ്റ് മൂവി ആക്ട്രസ്? സായി പല്ലവി. നിന്റെ? ആക്ട്രസ് സായി പല്ലവി ആൻഡ് ശോഭന. എനിക്ക് ഭയങ്കര ഇഷ്ടം അവർ 2 പേരും. പിന്നെ വിച്ച് സോപ്പ് വിൽ യു യൂസിങ്? ഏത് സോപ്പാണ് യൂസ് ചെയ്യുന്നത്? സന്തൂറാണ്. ഫേവറേറ്റ് മൂവി ആക്ടർ? ലാലേട്ടൻ. വിജയ്. വിജയ് ഫാൻസ് ഉണ്ടടാ. കമന്റ് ഇടുക. വിജയ് ഫാൻസ് ആൻഡ് മോഹൻലാൽ ഫാൻസ് കമന്റ് ബില്ലോ. ഞങ്ങൾ 2 പേരും 2 ആക്ടർ ആയതുകൊണ്ട് അടിയാവും. അതുകൊണ്ടാണ് നമ്മളിപ്പോ മിണ്ടാത്ത. ഒട്ടും അടിയെടുത്തില്ല. ഫേവറേറ്റ് ഫുഡ്? നിന്റെ ഫേവറേറ്റ് ഫുഡ്? ചിക്കൻ ബിരിയാണി. സംസാരം കേട്ട പുള്ളിക്കാരൻ ചിക്കൻ ബിരിയാണി തിന്നുന്നതാണ്. പക്ഷെ അവൻ ചിക്കൻ അങ്ങനെ തിന്നത്തില്ല.
അവൻ നോൺ വെജ് അങ്ങനെ തിന്നത്തില്ല. അതിനകത്ത് അവൻ ആകെപ്പാടെ തിന്നുന്നത് ചിക്കൻ ഫ്രൈയും പിന്നെ ചിക്കൻ ബിരിയാണിയുടെ റൈസും മാത്രമേ തിന്നത്തുള്ളൂ. അല്ലാതെ അവൻ നോൺ വെജ് തിന്നത്തില്ല. എന്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുമ്പോ എനിക്ക് ഫുഡ്സ് എല്ലാം ഇഷ്ടമാണ്. വെജിറ്റേറിയൻ ഒഴിച്ച് ബാക്കി എനിക്ക് വെജിറ്റേറിയൻ ഒഴിച്ച് പോത്ത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാ എന്ന് വിളിക്കണ്ട. വാ അടുത്ത സമയം പോകുന്നു. അടുത്ത എന്തായാലും കഴിഞ്ഞു. വാ നെക്സ്റ്റ്. കഴിഞ്ഞില്ലേ? ഇല്ല, കുറച്ചും കൂടെ ഉണ്ട്. ഫേവറേറ്റ് ഫുഡ് ബിരിയാണി. പിന്നെന്താണ്? ഒറിജിനൽ നെയിം ഓഫ് ആദി ആൻഡ് അച്ചു ചേച്ചി. ആദിയുടെ ഒറിജിനൽ നെയിം ആദിത്യൻ, എന്റെ ഒറിജിനൽ നെയിം ഐശ്വര്യ. അംബീഷൻ. എന്റെ അംബീഷൻ ഉണ്ട്. ഇപ്പൊ എന്തായാലും ഓൾറെഡി എന്നെ TTCക്ക് വിട്ടു. സോ മൈ അംബീഷൻ ഇസ് ടു ബിക്കം എ ടീച്ചർ. പക്ഷെ എനിക്ക് ആർമിയിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവര് വിടത്തില്ല ഗൈസ്. എനിക്ക് ആർമിയിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ NCCക്കൊക്കെ ചേർന്നത്. എനിക്ക് ആർമി, എനിക്ക് യൂണിഫോം ഒക്കെ എനിക്ക് ഭയങ്കര ശനി ഞായർ ഇവിടെ കാലുവിനടുത്ത് എന്തോ ഇല്ല സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. തിരുവാതിര കളിക്കത്തില്ല, ഡാൻസ് കളിക്കത്തില്ല, ഏതാണ്ട് കമ്പ്യൂട്ടർ നടക്കുന്ന റോബർട്ട് സ്വന്തം NCCക്ക് ഉള്ള പണിഷ്മെന്റ് എല്ലാം മേടിച്ച് കൂട്ടി അതാണ് ഗൈസ്. NCCക്കാരൊക്കെ കമന്റ് ബിലോ ഗൈസ്. ചാടി ഷോപ്പിംഗ് വീഡിയോയിൽ എടുത്ത് നോക്കിയാൽ ഒരു ചേട്ടൻ ചോദിച്ചെങ്കിൽ തള്ളച്ചേട്ടൻ ചാടിയിട്ട് എങ്ങനെയുണ്ട്. സൂപ്പറാണ് ഗൈസ്. NCC എന്നൊക്കെ പറയുമ്പോ നമുക്ക് രോമാഞ്ചമുണ്ട്. അതിനകത്ത് ഒരു വാക്ക് പറയും, ജോഷെ. NCCക്കാർക്ക് അറിയാം ഗൈസ്. NCC ഗൈസ് കമന്റ് ബിലോ. അതൊക്കെ നമുക്ക് വലിയൊരു ഇതാണ് അമ്മേ. ആരോ അതൊക്കെ നിങ്ങളൊക്കെ കേറണം. തവളച്ചാട്ടവും ജോലി ചെയ്യണ്ടല്ലോ. അതാണ് ഗൈസ്. എന്റെ കൈ പൊള്ളി, കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. ഇന്ന് പപ്പടം കാച്ചിയത് എണ്ണ കയ്യിലോട്ട് ഒഴിച്ചത് ആ കൈ എല്ലാം പൊള്ളി വാരിയിരിക്കുകയാണ്. നാളെ എങ്ങനെയാ ഈ കൈ വെച്ച് എഴുതും? കറുത്ത ഒരുമാതിരിയായി. പിന്നെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ഫേവറേറ്റ് സ്പോർട്സ്. എന്റെ ഫേവറേറ്റ് സ്പോർട്സ് എന്താണ്? നിന്റെ എന്തോ നീ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അറിയുക. എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്. പിന്നെ എന്താ ബാഡ്മിന്റൺ. ഇത് രണ്ടാണ് എനിക്കിഷ്ടം. നമ്മുടെ ക്വസ്റ്റ്യൻസ് 80 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 80 കൂടുതലോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ എന്നാലും നമ്മൾ എല്ലാം എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ? എല്ലാവരെയും എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മുടെ Q&A ഇത്രയുള്ളൂ ഗൈസ്. ഇത്രയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു കോളേജ് വീഡിയോ ഇടണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എക്സാമിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റുന്നില്ല. അതാ കോളേജിലെ സ്പെഷ്യൽ മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. സ്കൂൾ കോളേജിലെ പിള്ളേര് പറഞ്ഞു ഞങ്ങളെയും കൂടെ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്താ അപ്പം നമ്മള് 2-3 വീഡിയോസ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇടാം. നോ ടൈം ഗൈസ്. അച്ഛൻ വരുമ്പോ നമുക്ക് ഓക്കെ. അച്ഛനാണോ? അല്ല, അച്ഛൻ മാത്രം സീനൊന്നും ഇല്ല. എല്ലാം അടിച്ചോടിക്കും അത്രേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് പാവം നമ്മുടെ അച്ഛൻ പാവ ഗൈസ് അല്ലേ അമ്മ? പറയും നിങ്ങളുടെ ഭർത്താവല്ലേ. കമ്മോൺ. ദേഷ്യം വന്ന 6 അടി മാറി. അതെ, ദേഷ്യം വന്നല്ലോ. അച്ഛൻ ഭയങ്കര ഫ്രണ്ട്ലിയാ. എപ്പോഴാ ദേഷ്യമില്ലാത്ത? അച്ഛന് ഷോർട്ട് ടെമ്പേർഡ് ആട്ടോ. പ്രഷർ കൂടുതലല്ലേ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. കറണ്ട് അടിക്കുമ്പോ അച്ഛൻ ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് ഈ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം മതി അച്ഛന് പെട്ടെന്ന് ദേഷ്യം. ചെരുപ്പ് അവിടെ ഇട്ടാ ഇതെന്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? അച്ഛൻ അങ്ങനെയാ. വീഡിയോ ഇടുമ്പോഴങ്ങനെയാ, എന്തിനാ ഇടുന്നേ, എന്തിനാ അറിയിക്കുന്നേ, അങ്ങനെയൊക്കെ പറയും. അല്ലാതെ അച്ഛന് പാട്ടും ഡാൻസ് ഇടുന്നതിനൊന്നും വലിയ സീനൊന്നുമില്ല അല്ലേ? അതൊന്നും വലിയ സീനൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അമ്മ എന്ത് പറഞ്ഞു? സബ്സ്ക്രൈബ്. അമ്മ അങ്ങനെ സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ Q&A ഇനി നമ്മളെ Q&A വേറൊരു പാർട്ടായിട്ട് വരുന്നതായിരിക്കും.
അപ്പം നമ്മൾ വീണ്ടും ഒരു കമ്മ്യൂണിറ്റി ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പൊ അതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ചാറ പറഞ്ഞു വെച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 2-3 വീഡിയോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉടനെ തന്നെ വരുന്നതാണ്. അതിലേക്ക് എല്ലാവർക്കും ബൈ. ബൈ.